ഹദീസിലുണ്ട് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മുഅ്മിനീങ്ങൾ നബിയെ ഇസ്രായേലനാ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ നബിയേ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്ന ബുഖാരിയിലുള്ളത്? അനലഹാ അനലഹാ, അതിന്റെ ഉടമ ഞാൻ തന്നെ. അനലഹാ, അതിന്റെ ഉടമ ഞാൻ തന്നെ. കാരണം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലെ ഹദീസിന്റെ ഉതീതു ശഫാഅ, ആ ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടു എന്ന് ബുഖാരിയിലുണ്ട്. അത് ഞാൻ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിന് മൗലവി വേണ്ടിയിട്ടില്ല. അപ്പൊ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അനലഹാ, അതിന്റെ ഉടമ ഞാൻ തന്നെ. അതിന് മൗലവി വെച്ച അർത്ഥം എന്താ അറിയുന്നത് നിങ്ങൾ? മൗലവിനെ വെച്ച അർത്ഥം ഞാൻ അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖാന്നൊന്നുമല്ല അന്നേരം നബി പറയുന്നത്. നബി എന്താ പറയുന്നത്? ഞാൻ ശ്രമിച്ചു നോക്കാൻ. അനലഹാന്റെ അർത്ഥ ശ്രമിച്ചു നോക്കാൻ. മൗലവിന്റെ ആ കബളിപ്പിക്കൽ എന്ന് വെച്ചാ മോനെ അത് ചാർജേല റൂം എന്ന് പറഞ്ഞതാ അല്ലേ? ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ഞങ്ങളെ കാര്യം ശരിയാക്കി തരാ എന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ശ്രമിക്കാം. അനലഹാന്റെ അർത്ഥ. അപ്പൊ ഹുസൈൻ സലഫീൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഭാര്യയുണ്ടപ്പുറം. അപ്പോ ആ ഭർത്താവ് ആരതാന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ ലഹ, ലഹ എന്ന് പറഞ്ഞാ ആ ഭാര്യക്കുള്ളതാണ്, ആ ഭാര്യക്കുള്ള ഭർത്താവാണ്, ആ ഭാര്യക്കുള്ളതാണ്. ഇയാളെങ്ങനെ അർത്ഥം വെക്കുക? ഞാൻ ശ്രമിക്കാം. ലഹാന്റെ അർത്ഥാപ്പ വെച്ചത് ശ്രമിക്കാം. എവിടെയാ മൗലവി അങ്ങനെ അർത്ഥം?